ഹലോ. എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് നമ്മുടെ കാര്യങ്ങളോ അല്ലെ കുക്കിങ്ങോ അല്ലെ നമ്മുടെ വിശേഷങ്ങളോ സന്തോഷമുള്ള ഒരിതോ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണിക്കുട്ടിയെക്കുറിച്ചാണ്. നമ്മുടെ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കല്യാണക്കുട്ടിയെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. നമുക്ക് ഇന്നത്തെ ദിവസമേ ഒരു സന്തോഷം, എന്നെ സംബന്ധിച്ച് എനിക്കൊരു സന്തോഷമുള്ളൊരു ദിവസമേ അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണിക്കുട്ടിയുടെ കാര്യം തന്നെ. ഇപ്പം നമ്മുടെ അമ്മ പുഴയിൽ വലിച്ചെറിഞ്ഞു കൊന്നു എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ മുഖവും ആ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു നമ്മളെ സംബന്ധിച്ചുള്ള വീഡിയോയോ പാചകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവവും ഒന്നുമല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇന്ന് എന്തെടുത്താലും, യൂട്യൂബ് എടുത്തോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, എന്ത് ന്യൂസ് എല്ലാം, TV എല്ലാം ഇതിനകത്ത് ഇന്നുമുള്ള ഒരു വാർത്തയാണ് നമ്മുടെ കല്യാണിക്കുട്ടിയുടെ. ഇപ്പം ഞാൻ ഈ എടുക്കുന്ന വീഡിയോ നാളെയാണ്, അപ്ലോഡ് ചെയ്യുന്നത് നാളെയായിരിക്കും ഈ വീഡിയോ വരുന്നത്. അതായത് അപ്പം ഇന്നലെയാണ് ഞാൻ ഈ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രിയില്ല, ഞാൻ ഈ ന്യൂസ് കാണുന്നത്. 3 വയസ്സുള്ള കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത കണ്ടപ്പോഴും വിഷമം തോന്നിയിട്ട് സത്യം പറയാൻ ഞാനും പ്രാർത്ഥിച്ചിട്ട് തന്നെ കിടന്നത്, നാളെ രാവിലെ കണ്ടു കിട്ടണേ, നല്ലൊരു വാർത്തയായിരിക്കണേ. നമ്മൾ പ്രതീക്ഷിച്ചു നല്ലൊരു വാർത്ത നേരം വെളുക്കുമ്പം കിട്ടും, നമ്മുടെ കേരള പോലീസല്ലേ കണ്ടുപിടിക്കും, അപ്പം കുട്ടി തിരിച്ചു വരും, അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങളുണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷയോടെ കിടന്നുറങ്ങി. ഞാൻ ഡെയിലി രാവിലെ എഴുന്നേറ്റാലും ഞാനങ്ങനെ ഫോൺ എടുത്തങ്ങ് ആദ്യമേ നോക്കാറില്ല. ഞാൻ നേരെ അടുക്കളയിൽ കയറി, നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ, നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, രാവിലെ ജോലിക്ക് പോകുന്നവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം നമ്മൾ നേരെ അടുക്കളയിലോട്ടായിരിക്കുമല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ എന്നും അങ്ങനെ എടുത്ത് നോക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കി. ഇങ്ങനെ നോക്കിയതും ഈ വാർത്തയാണ്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഒരുമാതിരി സ്റ്റക്കെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ പോലും തോന്നാത്തൊരവസ്ഥയായിരുന്നു രാവിലെ. ആ കുറേ സമയം ഒരു മരവിച്ച ഒരവസ്ഥ. കാരണം സ്വന്തം അമ്മയാണ് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ എന്നിട്ട് കുഞ്ഞിനെ കാണാനില്ല, അല്ലെ ബസ്സിൽ വെച്ച് കൈവിട്ടു പോയി, അങ്ങനൊരു വാക്കാണ് അവർ വന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തോ ആയിക്കോട്ടെ. അപ്പം രാവിലെ ഇത് കണ്ടപ്പോൾ, കുഞ്ഞ് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്കറിയില്ല, ഇതിനു മുമ്പ് സംഭവങ്ങളുണ്ടായിട്ടുണ്ടാവും, പക്ഷേ എനിക്കൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം മെയിനായിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ പ്രായമാണ്. കാരണം എൻ്റെ ഇളയ മോന് 3.5 വയസ്സാകുന്നു. അവന് അടുത്ത മാസമാകുമ്പോൾ 3.5 വയസ്സാകും. അപ്പോൾ സെയിം പ്രായം എൻ്റെ മോനാണ് മൂത്തത്. ആ കുഞ്ഞിന് 3 വയസ്സെന്നാണ് പറയുന്നത്. പക്ഷേ എന്താ പറയുക, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. ആ അമ്മയ്ക്ക് എങ്ങനെ അത് ചെയ്യാൻ തോന്നി എന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. ഇപ്പോൾ പറയുന്നു അവർക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ പറയുന്നത്, പക്ഷേ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പറയുന്നു, മറ്റുള്ളവരൊക്കെ പറയുന്നു അങ്ങനൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. മാനസിക രോഗമോ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സത്യം. നമ്മൾ കാരണം ഞാനും ഒരമ്മയാണ്, 2 മക്കളുടെ അമ്മയാണ്. എൻ്റെ മൂത്ത മോനിന് 16 വയസ്സാകുന്നു, ഇളയ കുഞ്ഞിന് 3.5 വയസ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ ഒരമ്മയെന്ന നിലയിൽ എനിക്കൊന്ന് ഉൾക്കൊള്ളാൻ, കാരണം രാവിലെ ഈ ന്യൂസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ സങ്കടവും ദേഷ്യവും, ഭയങ്കര ദേഷ്യം. കാരണം അപ്പോഴെന്നെ അവരെ എങ്ങാനും എൻ്റെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ ഞെക്കിക്കൊല്ലും എന്നുള്ള നമുക്കറിയത്തില്ല. അത്രയ്ക്കുള്ള ശരി ആരുടെ ഭാഗത്തോ അതൊന്നുമല്ല. ഞാൻ മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ അല്ലെ കരിവാരി തേച്ച് അങ്ങനെ സംസാരിക്കുന്നതല്ല. പക്ഷെ ഒരമ്മ
അവർ ഒരു നാടെന്നല്ല പറയുക, കേരളം മുഴുവനും, പിന്നെ കേരളത്തിന് പുറത്തിരിക്കുന്ന ഇപ്പം എന്നെപ്പോലൊക്കെ ഈ ഗുജറാത്തിലിരുന്ന് എത്രയോ വ്യക്തികൾ, അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ ഗൾഫ് രാജ്യത്തും അവിടെ ഇവിടെയൊക്കെ മലയാളികൾ ഒരുപാടുണ്ട്. അവരൊക്കെ ഇതറിഞ്ഞിട്ട് എന്തുമാത്രം വിഷമിക്കുന്നവരുണ്ടാവും, എന്തുമാത്രം ഉള്ളുകൊണ്ട് വല്ലാതെ കരയുന്നവരുണ്ടാവും. പക്ഷെ ആ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കും? അവരുടെ ഇനിയുള്ള കാലം അവരെങ്ങനെ കഴിച്ചു കൂട്ടും? അവർക്ക് എങ്ങനെ മനസ്സ് വന്നു? ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയാണ് ഇതൊക്കെ എടുത്ത് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ നമ്മൾ പറയും ഒരമ്മയ്ക്ക് ഒരിക്കലും ഒരു മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഒരു മക്കളെ. പക്ഷേ ഇപ്പം കണ്ടുവരുന്നത്, ഇപ്പോഴെന്ന് തന്നെയല്ല, കുറേ അമ്മമാരുണ്ട് ഇങ്ങനെ. അതൊന്നും എന്താ പറയുന്നത്, കുറേ പേരുണ്ടിങ്ങനെ മക്കളോട് തിരിച്ചു ഇപ്പം നമ്മൾ കാണാറില്ലേ, അച്ഛനെയും അമ്മയും പ്രായമായാലും ഉപേക്ഷിക്കുന്നു, ഇത് തിരിച്ചും ഉള്ള സംഭവങ്ങളുണ്ട്, മക്കളോട് കാണിക്കുന്നവരുമുണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും ഞാൻ പറയട്ടെ, ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നമാണെങ്കിൽ പോലും നിങ്ങൾ വേർപിരിഞ്ഞു, ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ ഒന്നിച്ചിങ്ങനെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്ക് വേണ്ടി ജീവിക്കണം? നമ്മളിങ്ങനെ സഹിച്ച് മക്കൾക്ക് വേണ്ടിയോ? ഇതിനൊക്കെയാണോ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് പറയുന്നത്? മക്കളെ കൊന്ന് അതുങ്ങളുടെ ജീവൻ എടുത്തിട്ടാണോ മക്കൾക്ക് വേണ്ടി എന്ന് പറയുന്നത്? ചിലർ പറയാറുണ്ട്, മക്കൾക്ക് വേണ്ടി ഞാനെല്ലാം സഹിച്ചു, ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ? ഇഷ്ടമില്ലെങ്കിൽ വേർപിരിഞ്ഞ് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. അച്ഛനും ഉണ്ടാവും, അമ്മയും ഉണ്ടാവും, അല്ലേ? ഇവർക്ക് വേണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു കുഞ്ഞിനെ. വേണ്ട, ഇവർ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോട്ടെ. ഇവർക്ക് ആ ദേഷ്യവും അമർഷവും ഉണ്ടെങ്കിൽ ഇവർ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോട്ടെ, ആരെങ്കിലും ഏറ്റെടുത്തോളും, അല്ലെ ആരെങ്കിലും കൊണ്ടുപോകും. ഇല്ല, ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ അതിനുള്ള ഒരുപാട് ഇതുണ്ട്. എങ്ങനെയായിക്കോട്ടെ, അതിൻ്റെ ജീവൻ എടുക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട്, സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഫോട്ടോസും അതിൻ്റെ ആ വീഡിയോസൊക്കെ കുഞ്ഞിനെ എടുക്കുന്ന നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ആ അച്ഛൻ്റെയും ആ എന്താ പറയുക ചേട്ടൻ്റെ, ആ കുഞ്ഞിൻ്റെ ചേട്ടൻ മൂത്തതിൻ്റെ, അതിൻ്റെയൊക്കെ കരച്ചിലൊക്കെ എങ്ങനെ, എന്ത് പറയണമെന്നറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇവരൊക്കെ ഇപ്പോൾ പറയുന്നു കുഞ്ഞിനെ മുമ്പ് ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ. അന്നേരം എന്തെങ്കിലും ഇവർക്ക് ചെയ്യാമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം എനിക്കറിയില്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ എനിക്കിതിൻ്റെ പേരിൽ എന്താ പറയുക യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വല്ലോ ഇങ്ങനെ ഒരു ഇത് വരുമോ. ഞാൻ വലിയ യൂട്യൂബറൊന്നും ആയിട്ടോ ഒന്നുമില്ല. പക്ഷേ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി, കാരണം അത്രയ്ക്ക് സങ്കടമുണ്ട്. കാരണം ഞാനെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയൊക്കെ 19-ാം വയസ്സിൽ അമ്മയായ വ്യക്തിയാണ് ഞാൻ. നന്നായിട്ട് എന്താ പറയുന്ന എൻ്റെ മോനൊരു പ്രായം എന്ന് പറയുന്നത്, ഒരു സ്കൂളിൽ വിട്ട് കഴിഞ്ഞാലും നമുക്ക് ടെൻഷനാണ്, വീട്ടിൽ വന്നിട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ടെൻഷനാണ്. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാനൊക്കെ എൻ്റെ ഈ കുഞ്ഞിനെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, ജോലിക്ക് കയറിയിട്ടുണ്ട്. ഞാനും ആയിക്കോട്ടെ, ഞാനും എൻ്റെ അപ്പവും നന്നായിട്ട് കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട്. കാരണം പുള്ളി നൈറ്റിൽ ജോലി ചെയ്തിട്ട് പകൽ വന്ന് കുഞ്ഞിനെ നോക്കും, ഉറങ്ങാൻ പോലും പറ്റാറില്ല. ഇപ്പം രാത്രിയിലായിക്കോട്ടെ, നമുക്കന്ന് ജോലി ചെയ്യുന്ന കമ്പനികളിൽ ഓഫുള്ള കുട്ടികൾ കാണും, അവർ നോക്കും. ഓഫുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ളവർ കാണും, അവർ നോക്കും. എന്നിട്ട് അവർക്കൊരു ഓഫ് കിട്ടുന്ന ദിവസമായിരിക്കും, അവർ പുറത്ത് കൊണ്ടുപോകും കുഞ്ഞിനെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവും. ചിലപ്പോൾ ആ വെയിലൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ മിക്ക ദിവസവും വയ്യാഴികൾ, പനികളും പ്രശ്നങ്ങളും ആവും. കുഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്ക് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആവും. നമുക്ക് ഉറക്കമോ ഒന്നുമില്ല. നമ്മുടെയൊക്കെ സാഹചര്യങ്ങളാണ് ഇതൊക്കെ കാണുന്നവർ ഏത് തരത്തിലെടുക്കുമെന്നോ എനിക്കൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഇത് വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി, അല്ലെങ്കിൽ കണ്ടൻറ് ഉണ്ടാക്കി അങ്ങനൊന്നും അല്ല, ഞാൻ പറഞ്ഞു പോയതാണ്. ഞങ്ങളൊക്കെ അതുപോലെ ബുദ്ധിമുട്ടി എന്താ പറയുക, കഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആ പ്രായത്തിൽ. എന്നിട്ടും നമ്മുടെ മക്കളാണ് നമുക്ക് എന്നും ജീവൻ, അവരാണ്. കാരണം അവർക്ക് വേണ്ടി അന്നും നമ്മൾ അത്രയും കഷ്ടപ്പെടുമ്പോഴും നമ്മൾ തളർന്നു വരുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടാൽ മതി, അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വിഷമമൊന്നുമില്ല. അതുകൊണ്ട് ഇന്നും നമ്മളിൽ നിന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്ന് കളിക്കാൻ പോയി, അല്ലെങ്കിൽ അവരൊന്ന് പുറത്ത് പോയി, എൻ്റെ മൂത്ത മോനാണെങ്കിലും പുറത്ത് പോയാൽ കുറച്ച് വൈകുമ്പോൾ നമുക്ക് ടെൻഷനാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വിളിക്കും പെട്ടെന്ന് വായോ, അല്ലെങ്കിൽ എന്താ അല്ലേ അത് ഞാനായിക്കോട്ടെ, അവൻ്റെ അച്ഛനാണേലും അങ്ങനെയാണ്, ഞാനാണേലും അങ്ങനെയാണ്. നമുക്കൊക്കെ ഇപ്പം എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ അങ്ങനെയുള്ള നമുക്കൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞിനെ
നമുക്കൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് കിട്ടിയാൽ നമ്മളൊക്കെ വളർത്തും. സത്യം പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണേലും നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൊടുത്താൽ മതിയല്ലോ. നമ്മൾ വലിയ ജോലിക്കാരോ അല്ലെങ്കിൽ വലിയ പണക്കാരോ ഒന്നുമല്ല. നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ, ഞാൻ ഈ വീഡിയോ ചെയ്യാനും കാരണം അത് തന്നെ. ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ വല്ല പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേർപിരിഞ്ഞ് കഴിയുക. ദൈവത്തെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഇടയിലിട്ട് വലിക്കരുത്. എന്നിട്ട് അവസാനം പ്രഷർ താങ്ങാൻ വയ്യാതെ ഇതുപോലെ അമ്മമാർ കൊണ്ടുവന്ന് വല്ല എവിടെയെങ്കിലും വലിച്ചെറിയില്ല. അച്ഛന്മാർക്കൊരു ദേഷ്യം വരുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. സത്യം, ഈ ലോകത്ത് ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ നിങ്ങൾ കഴിവതും അച്ഛനമ്മമാർ മക്കളുടെ കൂടെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മക്കൾ കണ്ട് വളർന്നോട്ടെ. കൂടുതൽ അവർക്ക് സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ സമയം കൊടുത്ത് സ്നേഹിച്ച് നിൽക്കുക. പിന്നീട് നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ആ ഒരു അടുപ്പമില്ല എന്നൊന്നും പറയരുത്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കഴിവതും അച്ഛനും അമ്മയൊക്കെ ഒന്നിച്ച് പോയി മക്കളെയൊക്കെ കൂട്ടത്തിൽ തന്നെ നിർത്തി വളർത്താൻ നോക്കുക. നമ്മൾ കൊടുക്കുന്നത് പോലെ തിരിച്ച് കിട്ടുകയുള്ളൂ. പിന്നെ ചിലത് തലവിധി എന്ന് പറയാം. നല്ല അച്ഛനമ്മമാരെ കിട്ടുന്നതും നല്ല മക്കളെ കിട്ടുന്നതൊക്കെ വിധി. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മുടെ അച്ഛൻ അങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണെന്ന് നമുക്ക് ആരെ കരിവാരി തേക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മക്കളിങ്ങനെ മോശമാണെന്ന്. കാരണം അവരെ നമുക്ക് പറഞ്ഞതുകൊണ്ട് അവർ നേരെ ആവില്ല. അങ്ങനെയുള്ളവർ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറിപ്പോന്നു. പക്ഷേ എന്തായാലും ദൈവത്തെ ഓർത്ത് ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എൻ്റെ മോൻ അവിടെ ബഹളം തുടങ്ങി. ഇത്രയും പറയണമെന്ന് തോന്നി. ആരും ഇതൊരു തെറ്റായ രീതിയിൽ എടുക്കരുത്. ഇങ്ങനൊരു വീഡിയോ ചെയ്തതുകൊണ്ട് ഇത് മോശമായിട്ടൊരിതും തോന്നരുത്. എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. കാരണം അത്രയ്ക്ക് വിഷമമുണ്ട്. അതുകൊണ്ട്